നമ്മൾ പറയാറുണ്ടേ, അത് സാധ്യമല്ലെന്ന് അവർ പറഞ്ഞു, അത് നടക്കില്ലെന്ന് അവർ പറഞ്ഞു, ഇങ്ങനെ പറയാറുണ്ടല്ലോ. ഇതൊക്കെ അവർ പറഞ്ഞ കാര്യമാണ് നമ്മൾ പറയുന്നത് അല്ലെ. അപ്പോൾ They said that it isn't possible. അത് സാധ്യമല്ലെന്ന് അവർ പറഞ്ഞു. ഇവിടെ നമ്മൾ സെഡ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി അത് നടക്കില്ലെന്ന് അവർ പറഞ്ഞു. They said that it won't happen. They said that it won't happen. അത് നടക്കില്ലെന്ന് അവർ പറഞ്ഞു. ഇവിടെയൊക്കെ ദാറ്റ് ഓപ്ഷണൽ ആണ്. ദാറ്റ് യൂസ് ചെയ്യാം, യൂസ് ചെയ്യാതിരിക്കാം. സെന്റൻസിന് ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പൊ ഇവിടെയൊക്കെ നമ്മൾ യൂസ് ചെയ്തത് സെഡ് ആണ്. ഇനി വേറൊരു സെന്റൻസ് പറയാണ്, അവൻ എന്നോട് പറഞ്ഞു അവൻ ക്ഷീണിതനാണെന്ന്. അവൻ എന്നോട് പറഞ്ഞു അവൻ ക്ഷീണിതനാണെന്ന്. ഇത് അവൻ എന്നോട് നേരിട്ട് പറയാണ്. ഹി ടോൾഡ് മീ, അവൻ എന്നോട് പറഞ്ഞു ഹി വാസ് ടയേർഡ്, അവൻ ക്ഷീണിതനാണെന്ന്. ഇവിടെ നമ്മൾ ഹി ടോൾഡ് മീ എന്നാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നേരെ മറിച്ച് ഫസ്റ്റിൽ നമ്മൾ പറഞ്ഞ സെന്റൻസിൽ ദേ സെഡ് ദാറ്റ് ഇറ്റ് ഈസിന്റ് പോസിബിൾ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ. അതുപോലെ ദേ സെഡ് ദാറ്റ് ഇറ്റ് വോണ്ട് ഹാപ്പൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് സെഡ് കഴിഞ്ഞിട്ട് ദാറ്റ് നമ്മൾ യൂസ് ചെയ്തു, അല്ലെങ്കിൽ ഇറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതിനുശേഷമാണ് നമ്മൾ അവിടെ എന്താണെന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇവിടെ ഈ സെറ്റും ടോൾഡും തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഈ സേയും ടെല്ലും തമ്മിലുള്ള ഡിഫറൻസുമായി ബന്ധപ്പെട്ട് ഒരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോ ഇതിന് താഴെ റിലേറ്റഡ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാവരും കണ്ടിട്ട് സേയും ടെല്ലും തമ്മിലുള്ള ഡിഫറൻസ്, അതായത് സെഡും ടോൾഡും. സേയുടെ പാസ്റ്റ് ആണല്ലോ സെഡ്, ടെല്ലിന്റെ പാസ്റ്റ് ആണ് ടോൾഡ്. അപ്പൊ ഇവ തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലാക്കിയിട്ട് സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പഠിക്കുക കേട്ടോ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, താങ്ക് യു.